വിയറ്റ്നാമിലെ മൂന്നാമത്തെ വലിയ നഗരമായ ദനാങ് നഗരത്തിൻ്റെ രാത്രി കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദനാങ്ങിലെത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം കണ്ടിരിക്കേണ്ട അതിപ്രധാനമായ ഒരു കാഴ്ചയാണ് ഡ്രാഗൺ ഷോ എന്ന് പറയുന്നത്. രാത്രി ഭക്ഷണത്തിന് ശേഷം സഹയാത്രികർക്കൊപ്പം ബസ്സിൽ ഞാനും ഈ ഡ്രാഗൺ ഷോ കാണാനായി പുറപ്പെട്ടിരിക്കുകയാണ്. 9 മണി മുതൽ 9:30 വരെ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രിയിൽ മാത്രം ഉള്ള ഒരു ഷോയാണ് ഈ ഡ്രാഗൺ ഷോ എന്ന് പറയുന്നത്. ഹാൻ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡ്രാഗൺ ബ്രിഡ്ജിലാണ് ഈ ഡ്രാഗൺ ഷോ നടക്കുക. ഡ്രാഗന്റെ ആകൃതിയിലാണ് ഹാൻ നദിക്ക് കുറുകെ ഈ പാലം പണിതിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വളരെ മനോഹരമായി ലൈറ്റപ്പ് ചെയ്ത് തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് ഈ ഹാൻ നദിക്ക് കുറുകെ പണി തീർത്ത് ഡ്രാഗൺ ഇല്ലെങ്കിൽ വേളയുടെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം. ഈ നഗരത്തിലെത്തുന്ന ഏതൊരു യാത്രികനെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒന്നാണ് ഇവിടെ നടക്കുന്ന ഡ്രാഗൺ ഷോ. ഇത് കാണാനായി സഹയാത്രികർക്കൊപ്പം യാത്ര ചെയ്ത് ഇപ്പോൾ ഞാൻ ഈ ഡ്രാഗൺ ഷോ നടക്കുന്ന ഡ്രാഗൺ ബ്രിഡ്ജിന് അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ധാരാളം യാത്രികരെ കൊണ്ട് അവിടെയെങ്ങും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. 9 മണിക്ക് തുടങ്ങുന്ന ഡ്രാഗൺ ഷോ കാണാനായി അനേകായിരം യാത്രികരാണ് ആഴ്ചയിലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 9 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുക. അല്പം നേരത്തെ എത്തിച്ചേർന്നതുകൊണ്ട് തന്നെ മറ്റ് സഹയാത്രികർക്കൊപ്പം ഞാൻ ഈ ഡ്രാഗൺ ബ്രിഡ്ജിലൂടെ ഹാൻ നദിക്ക് കുറുകെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. 6 വരി പാതകളാണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജിന് മുകളിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. രാത്രിയിൽ വളരെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ തിളങ്ങി നിൽക്കുന്നതുമായ വിവിധ വർണ്ണങ്ങളിൽ ആണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ കൈവരികളും മറ്റും നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഈ നിറം മാറുന്നത് ആണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഡ്രാഗൻ്റെ രൂപത്തിൽ വളരെ ബൃഹതായ ഒരു നിർമ്മിതിയാണ് ഈ ഹാൻ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിൻ്റെ കൈവരികൾ നിർമ്മിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു ബ്രിഡ്ജിനെ പോലും എങ്ങനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കാം എന്നതിൻ്റെ ഒരു മഹത്തായ ഉദാഹരണം കൂടിയാണ് ഈ നിർമ്മിതി. ഏതൊരുവനെയും വിസ്മയിപ്പിക്കുന്ന ഈ നിർമ്മിതിക്ക് വളരെ വലിയ വിലയാണ് ഈ നാട്ടുകാർ നൽകേണ്ടി വന്നിരിക്കുന്നത്. ഏതാണ്ട് 666 മീറ്റർ ഇല്ലെങ്കിൽ 2185 ഫീറ്റാണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ നീളം. അതുപോലെ തന്നെ 37.5 മീറ്റർ അല്ലെങ്കിൽ 660 ഫീറ്റാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ സ്പാൻ. ഈ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അമ്മാൻ ആൻഡ് വിറ്റ്നി എന്ന അമേരിക്കൻ കമ്പനിയാണ്. ഈ പാലം നിർമ്മിച്ചതാകട്ടെ കമ്പനി നമ്പർ 508 എന്ന ഒരു സിവിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ഈ കൺസ്ട്രക്ഷൻ 2009 ജൂലൈ 19 ആരംഭിക്കുകയും 2013 മാർച്ച് 29 അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു നിർമ്മിതി കൂടിയാണ് ഈ ഡ്രാഗൺ ഷോ നടക്കുന്ന ഡ്രാഗൺ സ്ട്രക്ചർ. വളരെ ചെറിയൊരു ഇനാഗുറൽ ഫംഗ്ഷനോട് കൂടിയാണ് ഈ മഹാവിസ്മയം കാണികൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ മഹാവിസ്മയത്തിൻ്റെ ചരിത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡ്രാഗൺ ഷോ ആരംഭിക്കുകയായി. ഓരോ 5 മിനിറ്റ് ഇടവേളയിൽ തീതുപ്പുന്ന ബൃഹദാകാരനായ വാലി ഇല്ലെങ്കിൽ ഡ്രാഗൺ. മഞ്ഞ നിറത്തിൽ വളരെ ദൂരത്തേക്ക് തീതുപ്പുന്ന വാലിയാണ് ഏറ്റവും വലിയ ആകർഷണം. ഈ മനോഹര ദൃശ്യം കാണാനായി ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതും ഈ ദൃശ്യം മൊബൈലിലും പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ പകർത്തുന്നവരും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു ജന
കൂട്ടം തന്നെയാണ് ഇവിടെ ഈ മനോഹര ദൃശ്യം കാണാനായി ചേർന്നിരിക്കുന്നത്. പല പല നിറങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ വാലിയുടെ ഇല്ലെങ്കിൽ ഡ്രാഗന്റെ ഈ ഉഗ്രരൂപം കാണുക തന്നെ വളരെയേറെ കൗതുകമാകുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഒരു വാലിയെ പോലും ഇല്ലെങ്കിൽ ഒരു ഡ്രാഗനെ പോലും ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറ്റുന്നത് എന്നതിന് ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണം കൂടിയാണിത്. അങ്ങനെ ഈ വാലിയുടെ രൂപത്തെ ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാലി രണ്ടാമതും തീതുപ്പാൻ ആരംഭിക്കുകയായി. 2 or 3 പ്രാവശ്യം തീതുപ്പിയതിനു ശേഷം കുറച്ച് സമയം വാടച്ച് ഇരിക്കുകയും അതിനുശേഷം പിന്നെയും തീതുപ്പാൻ ആരംഭിക്കുകയും ചെയ്യും. ഈ ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. കാരണം രാത്രിയുടെ ഏകാന്തതയിൽ ഏറ്റവും മനോഹരമായി കാണുന്ന ഒന്നുകൂടിയാണ് ഈ തീതുപ്പുന്ന ഡ്രാഗൺ. അങ്ങനെ ഈ ഡ്രാഗൺ എന്ന മഹാനഗരത്തിന്റെ രാത്രി കാഴ്ചകളും ഒക്കെ വീഡിയോയായും ഫോട്ടോകളായും ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഈ ജനസാഗരത്തെ ഒന്ന് ചുറ്റിനോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാലി മൂന്നാമതും തീതുപ്പാൻ ആരംഭിക്കുകയായി. അതിനുശേഷം വാലി പിന്നെ വെള്ളമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത്. കുറേ ദൂരത്തേക്ക് വളരെ ശക്തിയായി വെള്ളം തുപ്പുന്ന മനോഹര കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഈ വെള്ളം തുപ്പുക എന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വസ്ത്രങ്ങളിലെല്ലാം വെള്ളം വീഴുമല്ലോ എന്ന് വിചാരിച്ച് ദൂരേക്ക് മാറുന്നവരും ഓടി അകലുന്നവരും, അതുപോലെ തന്നെ അവിടെ നിന്ന് ഈ വെള്ളം ഡ്രസ്സിലെങ്ങും ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഈ മനോഹര ദൃശ്യം ആസ്വദിക്കുന്നവരും ധാരാളമാണ്. അങ്ങനെ 2 or 3 പ്രാവശ്യം ധാരാളം വെള്ളം പുറത്തേക്ക് തുപ്പിയതിനു ശേഷം ഈ ഡ്രാഗൺ പിന്നെയും മൗനത്തിലേക്ക് ആഴുകയായി. ഈ കാഴ്ചകൾ വളരെ മനോഹരമാണ്. തീ തുപ്പുന്നതായാലും അതുപോലെ തന്നെ വെള്ളം പുറത്തേക്ക് തുപ്പുന്നതായാലും വളരെ മനോഹരമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം വിയറ്റ്നാമികളുടെ ജീവിതത്തിലായാലും ചൈനക്കാരുടെയോ ബർമ്മക്കാരുടെയോ ഒക്കെ ജീവിതത്തിലായാലും വേളിക്ക് ഒരു വലിയ മഹത്തരമായ സ്ഥാനമാണുള്ളത്. അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ ആരാധനകളിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഇല്ലെങ്കിൽ തിങ്ങി നിൽക്കുന്ന ഒരു വ്യാഘ്ര രൂപമാണ് ഈ വാലി ഇല്ലെങ്കിൽ സർപ്പന്റ് എന്ന് പറയുന്നത്. വിയറ്റ്നാം യുദ്ധത്തിന്റെ 38ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചാണ് 2013 മാർച്ച് 29 ഈ ബ്രിഡ്ജ് ഗതാഗതത്തിനായി തുറന്ന് നൽകുന്നത്. അതുവരെ ഏതാണ്ട് 4 വർഷം സമയമെടുത്താണ് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഹാൻ നദിയുടെ കുറുകെ പണിതിരിക്കുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒരു പാലം കൂടിയാണ് ഈ ദനാംഗിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രാഗൺ ബ്രിഡ്ജ്. ദനാംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെയും അതുപോലെ തന്നെ ദനാംഗ് എന്ന മഹാനഗരത്തിൻ്റെ പല ഭാഗങ്ങളെയും തമ്മിൽ ഏറ്റവും അടുത്തായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ ദനാംഗിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെയേറെ പ്രത്യേകത ഉള്ളതും പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു ബ്രിഡ്ജ് കൂടിയാണ് ഈ ദനാംഗ് ബ്രിഡ്ജ്. അങ്ങനെ ഈ ദനാംഗ് ബ്രിഡ്ജിലെ മനോഹരമായ കാഴ്ചയും അതുപോലെ തന്നെ ഫയർ ആൻഡ് വാട്ടർ ഷോയും ഒക്കെ കണ്ട് നിറഞ്ഞ മനസ്സോടെ സഹയാത്രികർക്കൊപ്പം തിരിച്ച് ഹോട്ടലിലേക്ക് പുറപ്പെടുകയാണ്